ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന അമേരിക്കയുടെ നിർദ്ദേശത്തെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗസയിലെ ഇസ്രായേലിന്റെ സൈനിക ആക്രമണം കുറയ്ക്കാനും യുദ്ധാനന്തരം ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തെയാണ് നെതന്യാഹു നിരസിച്ചത്. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഇസ്രായേലി ബന്ദികളെ തിരികെ കൊണ്ടുവരുമെന്നും നെതന്യാഹു ആവർത്തിച്ചു. ഫലസ്തീന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയിലല്ലാതെ യഥാർത്ഥ സുരക്ഷ ലഭിക്കില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഗസയിലെ വിനാശകരമായ സൈനികാക്രമണത്തിന്റെ തീവ്രത കുറയ്ക്കാൻ ഇസ്രായേലിന് ഇതാണ് ശരിയായ സമയമെന്ന് ഈ ആഴ്ച ആദ്യം വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരുന്നു. ഹമാസിനെ നശിപ്പിക്കുകയും എല്ലാ ബന്ദികളെയും സ്വദേശത്തെ തിരിച്ചെത്തിക്കുന്നതുവരെയും ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്. ഈ ലക്ഷ്യങ്ങൾ ഒരിക്കലും നടക്കില്ലെന്ന ഇസ്രായേലി വിമർശകരുടെ വാദങ്ങളെയും അദ്ദേഹം തള്ളി. ലക്ഷ്യം നേടിയെടുക്കാൻ മാസങ്ങളോളം മുന്നോട്ടു പോകുമെന്നും ഒരു സമ്പൂർണ്ണ വിജയത്തിൽ കുറഞ്ഞ ഒന്നിലും തങ്ങൾ തൃപ്തിപ്പെടില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെ സംരക്ഷിക്കാനും അറബ് രാജ്യങ്ങളെ ഏകീകരിക്കാനും ഇസ്രായേലിന്റെ മുഖ്യ ശത്രുവായ ഇറാനെ ഒറ്റപ്പെടുത്താനുമുള്ള ഏറ്റവും നല്ല മാർഗമാണ് ദ്വിരാഷ്ട്ര പരിഹാരമെന്നാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിലായിരുന്നു ബ്ലിങ്കന്റെ വാക്കുകൾ. ഫലസ്തീൻ രാഷ്ട്രം പിറന്നാൽ മാത്രമേ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനാകൂ എന്ന് സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ഫോറത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഗസ യുദ്ധം മേഖലയെ മുഴുവൻ വലിയ അപകടങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കും. ചെങ്കടലിലെ സംഘർഷങ്ങളിലും മേഖലയുടെ സുരക്ഷയിലും സൗദി അറേബ്യയ്ക്ക് വലിയ ആശങ്കയുണ്ട്. ഗസയിൽ ഉടനടി വെടിനിർത്തൽ നടപ്പാക്കണം. എന്നാൽ ഇത്തരമൊരു സൂചന ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കാണുന്നില്ലെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഫലസ്തീൻ രാഷ്ട്രം ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളുടെ വിക്ഷേപണ കേന്ദ്രമായി മാറുമെന്നാണ് നെതന്യാഹു ചൂണ്ടിക്കാട്ടുന്നത്. ഇതിനിടെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഗസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ ഇസ്രായേൽ പിൻവലിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അതൃപ്തി അറിയിച്ചിട്ടും ട്രൂപ്പുകളെ പിൻവലിക്കാൻ US നിർബന്ധിച്ചുവെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിനെ ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റാൻ സേനാ പിന്മാറ്റം മൂലമാകില്ല എന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ മാരകവും വിനാശകരവുമായ സൈനിക ആക്രമണമാണ് ഇസ്രായേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൽ 25,000-ഓളം ഫലസ്തീനികളെ ഇസ്രായേൽ കൊന്നൊടുക്കി. ഇസ്രായേലിന് വേണ്ട ആയുധങ്ങളും പിന്തുണയും നൽകി ഒപ്പം നിന്നെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞതോടെ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക എത്തുകയായിരുന്നു. ലോകത്ത് നിന്ന് കടുത്ത പ്രതിഷേധമുയരുകയും പ്രതിച്ഛായ തകരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തതോടെയാണ് യുദ്ധത്തിൽ അയവ് വരുത്തണമെന്ന നിർദ്ദേശവുമായി അമേരിക്ക എത്തിയത്. തുടക്കം മുതൽ തന്നെ ഇത് ഇസ്രായേൽ എതിർക്കുകയും ചെയ്തിരുന്നു. ഗസ വിഷയത്തിൽ ഇസ്രായേലും US തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. മേഖലയിലെ ശാശ്വത സമാധാനത്തിന് ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് പരിഹാരമെന്ന് ബൈഡൻ ഭരണകൂടം കരുതുന്നു. എന്നാൽ നെതന്യാഹു ഇത് പാടെ തള്ളുകയാണ്. ഗസ സമ്പൂർണ്ണമായി ഇസ്രായേൽ നിയന്ത്രണത്തിന് കീഴിലാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യുദ്ധ ക്യാബിനറ്റിലും നെതന്യാഹു പ്രഖ്യാപിച്ചത്.